കർണാടകയിൽ നേഴ്സിംഗ് പഠിക്കാൻ പാടില്ലാത്ത സ്ഥാപനങ്ങൾ എന്നതിൻ്റെ പുതിയൊരു പങ്ക്തിയിലേക്ക് എപ്പിസോഡിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നു. നമസ്കാരം, ഞാൻ എം കെ തോമസ്. ഈ പഠിക്കാൻ പാടില്ല എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഒരു സുനാമി അടിക്കാനുണ്ട്. കാരണം ഒരു അന്വേഷണം വരും, ഒരു CBI അന്വേഷണം. സെൻട്രൽ ഏജൻസീസ് അന്വേഷിക്കാനായിട്ട് തയ്യാറാകുന്നു. ഞാൻ കൊടുത്ത പരാതികളൊക്കെ തന്നെയാണ്. പ്രൈം മിനിസ്റ്റർ ഓഫീസ്, സുപ്രീം കോടതി, പിന്നെ കർണാടകയിലെ കാര്യം അവിടെ അന്വേഷണം നടക്കത്തില്ല. ഈ സ്ഥാപനങ്ങളൊക്കെ പണ്ട് ഒരുപാട് പേര് പഠിച്ച് വിദേശ രാജ്യങ്ങൾക്ക് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നിരവധി പേര് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് പുതുതായിട്ട് അഡ്മിഷൻ എടുക്കാൻ പോകുന്നവർ ജാഗ്രത പാലിക്കണം. സ്ഥാപനത്തിൻ്റെ പേര് ഹിൽസൈഡ് കോളേജ് ഓഫ് നഴ്സിംഗ്, ബാംഗ്ലൂർ. ഇതിന് പ്രധാനപ്പെട്ട കാര്യം പറയുന്നതിന് മുമ്പ് അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഈ കോളേജ് ഈ സ്ഥാപനത്തിന് കീഴിൽ 2 എണ്ണമാണെന്നാണ് ചില രേഖകൾ സൂചിപ്പിക്കുന്നത്. ഞാൻ പ്രിൻസിപ്പാളിനെ വിളിച്ചപ്പോൾ ആദ്യം ഹിൽസൈഡ് കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ പ്രിൻസിപ്പാളിൻ്റെ പേര് മിസസ് ഉഷാറാണി, ഒരു ഫോൺ നമ്പർ. തൊട്ട് താഴെ ആ രേഖയിൽ സ്വാമി കോളേജ് ഓഫ് നഴ്സിംഗ്, അതിൻ്റെ പ്രിൻസിപ്പാളിൻ്റെ പേര് ഉഷാറാണി. മുകളിൽ മിസ് ഉഷാറാണി, താഴെ വെറും ഉഷാറാണി. അത് ഞങ്ങളെ കാണിക്കുന്നുണ്ട്. 2 ഒരേ നമ്പർ. അത് തന്നെ ഉടായിപ്പും തട്ടിക്കൂട്ടുക. ഇനി അടുത്തത് ഇവിടെ നടക്കുന്ന മറ്റേ ഞാൻ എപ്പോഴും പറയാറുള്ള ഇല്ലീഗൽ നോൺ അറ്റൻഡിങ് കറസ്പോണ്ടൻസ് കോഴ്സ്, നിയമ സാധുതയില്ലാത്തൊരു സാധനമാണ്. യൂണിവേഴ്സിറ്റി അധികൃതരും എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഈ കാശിന് ആർത്തിയുള്ള പിള്ളേരെ വലിച്ചു വരുത്തി പഠിപ്പിച്ച് ക്ലാസ്സൊന്നുമില്ല, പരീക്ഷ എഴുതിപ്പിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. ഈ പഠിക്കാത്ത ക്ലാസ്സിക്കാരെ പഠിക്കാത്ത വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരേ ഒരു സ്ഥാപനം ഇന്ത്യയിലുള്ളൂ. അത് നമ്മുടെ പ്രസിദ്ധമോ കുപ്രസിദ്ധവുമായ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല. ഞാൻ ഈ ഉഷാറാണിയെ പ്രിൻസിപ്പാളിനെ വിളിക്കുന്നു. പ്രിൻസിപ്പാൾ പറയും എൻ്റെ നമ്പർ അഡ്മിനിസ്ട്രേറ്റർ കൊടുത്തേക്കാമെന്ന് പറയുന്നു. അഡ്മിനിസ്ട്രേറ്ററും ഞാനും തമ്മിലുള്ള സംഭാഷണം ഒന്ന് നിങ്ങൾ കേട്ടോ. Hello. Good afternoon. I'm Good calling afternoon. from Hillside College. Yeah, I understand. I spoke to Principal Mrs. Usharani. Yeah. She gave the number to me. Yeah, regarding an admission, she said she will divert my number to the admission department. Yes. From My where name- you're calling, sir? I am from Kottayam. My name is Monish. Okay. Madam, Who is the student? my student is my sister's daughter. Okay. She completed general nursing and midwifery course. Hello. So she want to go for post BSc? Yeah, exactly, madam. Oh, okay, fine. Post BSc, sir, actually, almost admission is going to end. Fees will be 1,86,000 for 2 years. 1,86,000 for 2 years. Okay, ma'am. Yeah. GNM from where she completed? She Kannada State Council registration. From here itself. Okay. Yeah. Where she's working now? She is in Calcutta, madam, West Bengal. West Bengal she is. Yeah. Okay. So how many years experience she is having? 4 years, madam. 4 years. Okay. She's drawing a salary of, pardon me? She's planning to shift in Bangalore, or only for studying she want to take admission? Yeah, exactly. Because one of your ex-student gave me the contact number of, principal. Her name? Nisha Jose. Nisha Okay. Jose. She completed a few years back. She was not here. She was also in Delhi. She was working in Delhi that time. Okay. Yeah. I thought BSc nursing you inquired. Pardon, ma'am? Because ma'am understood you are inquiring for BSc nursing. Yeah. Which is a 4 years course. Yeah. Ma'am, so they have to appear for the examination, right? Yes. Okay. For at the time of examination, how is the accommodation and everything? Accommodation, sir, here PGs and all is available. Too much PGs are there. Okay. At that time they can just come in, because all students will be taking PG only. There is no hostel facility like that. So I mean, examination is short period, no? So we get. Is it possible to? Yeah. No. Because 1 month it will maybe extend, because university, right? 22 weeks they will be having this one practical theory exam.
Then Okay. 1 month there will be gap. 1 week there will be gap. Then from 4th week onwards they'll be having practical. So almost 1 month it will happen. Exam will happen. So as So per we that, have to she stay needs there to for 1 prepare month. and take leave. Yeah. Yeah, she So has to stay. even here for PG means for 1 day also you will get PG. For 1 month also Oh, okay. you will No get issues. PG. No issues on that. Yeah. So, ma'am, how about their records and everything? They have to, I mean, They have to do it from themselves, sir. They will be once the academic session starts. yeah. They will be added in the group. They will be Oh. getting all the information from the Okay. coordinator. Yeah. All the study material, notes, and all the anything communication means they will be updated in the Okay, group. ma'am. So when should I come and give you the certificate and, So you can book the seat online. Okay. yeah. Then by next month you can come and submit all. How the much should I original pay documents. I mean, 25,000. 25,000. Okay. Okay. Which account, madam? You need any Xerox copies of the certificate or Sir, something? first I need her all documents scanned copy. You WhatsApp me. Yeah. Okay. Yeah. I'll send you the college fee structure and Yeah. the account details. You pay in that and you share me the screenshot. Okay, ma'am. So our admission will be confirmed. I'll send you the confirmation letter. Okay. Documents you can come by whichever is the feasible time. You can come and submit her documents. Okay. Yeah, good name, ma'am. Whom should I contact when I come there? Alisha. My name is Alisha. Okay, ma'am. Thank you. Okay. Thank you so much. Yeah. കേട്ടല്ലോ, എല്ലായിടത്തും ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തും സ്ഥിതി ഇതാണ്. ഇത് ജനങ്ങളെ ഈ ചെറുതായിട്ട് മയക്കുമരുന്ന് കൊടുത്ത് അടിമകളാക്കി വെച്ചിരിക്കുന്നത് പോലെയാണ്. ഈ ജേർണലൈസിങ് കഴിഞ്ഞാൽ പോസ്റ്റ് ബേസിങ്ങിനെ പഠിക്കാം. ജേർണലൈസിങ് എങ്ങനെ പഠിക്കുന്നത്? കേരളത്തിൽ അങ്ങ് തിരുവനന്തപുരം മുതൽ പാറശാല കാസർഗോഡ് വരെ കർണാടകയിലെ GNM ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഡിസ്റ്റൻസ് ആയിട്ട്. നിയമവിരുദ്ധമാണ്, പിടിച്ചാൽ പോവും. ആർക്കും പറയാൻ കേൾക്കത്തില്ല. എന്നാ ചെയ്യും? ഈ കേൾക്കുന്ന ജനങ്ങളുണ്ടല്ലോ. ഒരു കുട്ടി ജനിച്ചു വരുമ്പോൾ ലേബർ റൂമിൽ അതിനെ എടുക്കുന്ന ഒരു നേഴ്സ് ഒരു പ്രായോഗിക പരിശീലനം പോലും ഇല്ലാത്ത ഒരു നേഴ്സാന്ന് അറിഞ്ഞാൽ ആ ന്യൂബോൺ ബേബിയുടെ അവസ്ഥ എന്തായിരിക്കും? അത് ജനങ്ങളും ചിന്തിക്കണം. ഇതാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ മതിയല്ലോ അല്ലേ? ഈ രേഖകളെ കൂടിയാണ് ഈ ഓഡിയോ ഇനിയുണ്ട് വരാനായിട്ട്. ഇതെല്ലാം കൂടിയാണ് ഞാൻ വീണ്ടും തെളിവിന് വേണ്ടി സെൻട്രലിലോട്ട് കൊടുക്കുന്നത്. നിയമം അനുശാസിക്കുന്നുണ്ട് കോളേജിന്റെ അഫിലിയേഷൻ പോകുമെന്ന്. INCയും KNCയും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി എല്ലാം പറയുന്നുണ്ട്. നടപടി അന്വേഷണ ഏജൻസി അന്വേഷിച്ച് നടപടിയെടുത്ത് കോടതി മുമ്പിൽ കൊടുക്കട്ടെ. നമുക്ക് അന്നേരം അറിയാം. അന്നേരം ആരും എന്നെ കുറ്റം പറഞ്ഞേക്കരുത്, ഞാൻ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന്. അതിനു വേണ്ടിയാണ് ഞാൻ ജാഗ്രതാ നിർദ്ദേശം തരുന്നത്. ഈ കൊല്ലം പോസ്റ്റ് PSC MSc ഈ കോളേജിലൊന്നും ഇങ്ങനെ കറസ്പോണ്ടൻസ് ആയിട്ടോ ഡിസ്റ്റൻസ് ആയിട്ടോ പഠിക്കാൻ ആരും പോകരുത് എന്ന് പറയുന്നത് പോലെ BScക്ക് അഡ്മിഷൻ എടുക്കാൻ പോകുന്നവർ ജാഗ്രത പാലിക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കണ്ട് ബോധ്യപ്പെട്ട് അഡ്മിഷൻ എടുക്കുക. താല്പര്യമുള്ളവരൊക്കെ ഞാൻ നേരത്തെ പറയാറുണ്ട്, ആരെയും കയ്യെ പിടിച്ചുകൊണ്ട് വാ സബ്സ്ക്രിപ്ഷൻ എടുക്കുമെന്ന് പറയുന്നില്ല. താല്പര്യമുള്ളവർ മാത്രം എടുക്കുക. ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കമൻ്റൊക്കെ ഇപ്പം വരും. കുറേ പിള്ളേർ വരും, ഞങ്ങളുടെ കോളേജ് അങ്ങനെയൊന്നും ഇല്ല ഇങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ. കുട്ടികൾ അങ്ങനെ പറയുന്ന കുട്ടികൾ കാര്യം ഓർക്കണം. അതേ ഈ കാണുന്ന പിള്ളേരെയൊക്കെ നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന്. 23, 24 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാണ് പോസ്റ്റ് ബേസിക്ക് MScക്കും. അവിടെ ഇല്ലല്ലോ. അത് തന്നെയാണ്, അത് കാണാത്തതാണ് നിങ്ങൾ അപകടത്തിലാന്ന് പറയുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.